വട്ടിയൂർക്കാവ് എം.എൽ.എ. വി.കെ. പ്രശാന്തിനോട് ഓഫീസ് കെട്ടിടം ഒഴിയണമെന്ന് ബി.ജെ.പി. കൗൺസിലർ ആർ. ശ്രീലേഖ ആവശ്യപ്പെട്ടതിൽ രാഷ്ട്രീയ വിവാദം കൊഴുക്കുന്നു. എം.എൽ.എ. ഓഫീസിലെത്തി വി.കെ. പ്രശാന്തിനെ കണ്ട് ശ്രീലേഖ ഒഴിയണമെന്ന അഭ്യർത്ഥനയാണെന്നും 3 മാസം കൂടി തുടരണമെങ്കിൽ ആവാമെന്ന് പറഞ്ഞു. ഒപ്പം ഞാനും എൻ്റെ ആൾക്കാരും ഇവിടെ ഉണ്ടാകും, അത് എം.എൽ.എക്ക് ബുദ്ധിമുട്ടാവരുത് എന്നും ഓർമ്മിപ്പിച്ചു. കഴിഞ്ഞ 7 വർഷം വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളിലെ കൗൺസിലർമാർ ഇവിടെ പ്രവർത്തിച്ചപ്പോൾ ഉണ്ടാകാത്ത ബുദ്ധിമുട്ട് ഇനിയും ഉണ്ടാവില്ലെന്നായിരുന്നു പ്രശാന്തിന്റെ മറുപടി. വരും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവിൽ വി.കെ. പ്രശാന്തിനെ നേരിടാൻ ബി.ജെ.പി. സ്ഥാനാർത്ഥിയായി ആർ. ശ്രീലേഖ വരുമെന്ന അഭ്യൂഹങ്ങൾക്കിടെ ഇരുവരും തമ്മിലുള്ള വിവാദത്തിന് രാഷ്ട്രീയ മാനങ്ങൾ ഏറെയാണ്. വിവാദത്തിന്റെ തുടക്കം മുതൽ ഇതെങ്ങനെയെന്ന് പരിശോധിക്കാം. ഇന്നലെ ഫോണിലൂടെയാണ് വി.കെ. പ്രശാന്തിനോട് ആർ. ശ്രീലേഖ ഓഫീസ് ഒഴിയാൻ ആവശ്യപ്പെടുന്നത്. എന്നാൽ മാർച്ച് 31 വരെ കരാർ ഉണ്ടെന്നും ഒഴിയില്ലെന്നും പ്രശാന്ത് പ്രതികരിച്ചു. വിഷയം മാധ്യമങ്ങളെ അറിയിച്ച പ്രശാന്ത് മേയറാക്കാത്തതിലുള്ള അമർഷമാണ് ശ്രീലേഖയ്ക്കെന്ന് ആരോപിച്ചു. ഇവിടെ ഇപ്പോൾ നിങ്ങൾ എം.എൽ.എ. ഓഫീസ് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ കഴിഞ്ഞ 7 വർഷമായിട്ട് ഇവിടെയാണ് പ്രവർത്തിക്കുന്നത്. ഇവിടെ തന്നെയാണ് കൗൺസിലർമാരുടെ ഓഫീസുള്ളത്. ഈ കൗൺസിലറുടെ ഓഫീസ് നേരത്തെ LDF-ന്റെ കൗൺസിലറായിരുന്ന ശ്രീമതി ബിന്ദു 5 വർഷം ഉപയോഗിച്ചതാണ്. അത് കഴിഞ്ഞ് ബി.ജെ.പിയുടെ തന്നെ കൗൺസിലർ ശ്രീ മധുസൂദനൻ നായർ അദ്ദേഹം ഉപയോഗിച്ചതാണ്. അദ്ദേഹത്തിന്റെ തന്നെ ഒരു ലേഡി സ്റ്റാഫ് ഇവിടെ വാർഡ് കമ്മിറ്റി ഓഫീസ് സെക്രട്ടറി ആയിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. ആ സമയത്തെല്ലാം ഇത് സുഗമമായി നടക്കുകയാണ്. അപ്പോൾ ഇപ്പം മാത്രം എന്താണ് ഇത് ഒഴിഞ്ഞു കൊടുക്കണമെന്ന് പറയുന്നതിന്റെ ഒരു സാങ്കത്യം? അപ്പൊ ഇവിടെ 100 കണക്കിന് ആളുകൾ ദിനം പ്രതി വന്നു പോകുന്ന, ജനങ്ങൾക്ക് വരാനും പോകാനും പറ്റിയ സൗകര്യമുള്ള ഒരു സ്ഥലമാണ്. ഇവിടെ ഒരു കൌൺസിലർ ഓഫീസ് പ്രവർത്തിക്കാനുള്ള എല്ലാ സാഹചര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. 2 ഗേറ്റുകളുണ്ട്, എല്ലാ സംവിധാനവും ഉണ്ട്. ഇവിടെ ഒരു കൌൺസിലറായി ജയിച്ച ഒരാള് എനിക്ക് ഈ സൗകര്യം പോരാ എന്ന് പറഞ്ഞ് എം.എൽ.എയോട് മാറാൻ പറഞ്ഞാൽ അത് മര്യാദകേടല്ലേ, ശുദ്ധ മര്യാദകേടല്ലേ അവർ കാണിക്കുന്നത്? അപ്പൊ അത് അങ്ങനെ ഒരു തിട്ടൂരം അനുവദിച്ചു കൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല. ഇനി നിയമപരമായിട്ടുള്ള എല്ലാ പോരാട്ടവും ഞങ്ങൾ നടത്തും. ഈ ഓഫീസ് ഞങ്ങൾക്ക് മാർച്ച് മാസം 31-ാം തീയതി വരെ നിയമപരമായിട്ടുള്ള കാലാവധിയുണ്ട്. ആ കാലാവധി കഴിഞ്ഞ് പുതുക്കുന്നതിന് ഞങ്ങൾ കോർപ്പറേഷനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കോർപ്പറേഷൻ ഒഴിപ്പിക്കാനാണ് ഭാവമെങ്കിൽ ഞങ്ങൾ അതിനെ നിയമപരമായും രാഷ്ട്രീയമായും നേരിടും. എം.എൽ.എക്കാട്ടി മുകളിലാണോ ഒരു വാർഡ് കൌൺസിലർ? ഇങ്ങനെയുള്ള സില്ലി ചോദ്യങ്ങൾക്ക് അവസരം കൊടുക്കരുതെന്നുള്ളതാണ് എനിക്ക് അവരോട് പറയാനുള്ളത്. കാരണം ഒരു നിയോജക മണ്ഡലം, ഈ തിരുവനന്തപുരം നഗരസഭയിലെ 26 കോർപ്പറേഷൻ വാർഡുകളെ പ്രതിദാനം ചെയ്യുന്ന നിയമസഭാ പ്രതിനിധിയാണ് എം.എൽ.എ. ഒരു ചെറിയ വാർഡിന്റെ പ്രതിനിധിയായിരിക്കുന്ന അവര് ഇന്നലെ വന്ന് അവര് മുൻ മേയറായിരിക്കുന്ന അല്ലെങ്കിൽ നിലവിൽ എം.എൽ.എ. ആയിരിക്കുന്ന ഒരാളെ ഈ നിലയിൽ അവഹേളിക്കുന്ന പ്രസ്താവനകൾ നടത്തുന്നത് ശരിയാണോ? അല്ല, അവര് അലമാര കൊണ്ട് ഒന്ന് ടോയ്ലറ്റ് വെച്ച് ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് അതിലെന്തെങ്കിലും പരിഹാരം അലമാര വേണമെങ്കിൽ എന്റെ ആളിനെ വെച്ചിട്ട് ഞാൻ മാറ്റി വെച്ച് കൊടുക്കാം. അല്ല, അത് എനിക്ക് തന്നെ മറുപടിയില്ല. കാരണം അത് അവരുടെ ഓഫീസ് നേരത്തെ ഉപയോഗിച്ചിരുന്നവര് അതിന്റെ ഒന്നും ആവശ്യമില്ലാത്തതുകൊണ്ട് അങ്ങോട്ട് കയറ്റി വെച്ചതായിരിക്കാം. അല്ലാതെ എന്തായാലും മറുപടി പറയാൻ വേണ്ടി കഴിയും. ഇപ്പൊ നേരത്തെ ഇരുന്ന കൌൺസിലർ 1-2 മണിക്കൂറായിരിക്കും അദ്ദേഹം അവിടെ ഉപയോഗിക്കുക. പിന്നെ അദ്ദേഹം പൂർണ്ണമായിട്ടും കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടാണ് നിൽക്കുക. അതിനപ്പുറത്തേക്കുള്ള എന്ത് ജോലിയാണ് ഒരു വാർഡ് കൌൺസിലർ ആയിരിക്കുന്ന ആൾക്ക് ഈ മേയറാവാത്തതിന്റെ നിരാശ ഈ നിലയിലൊക്കെ കാണിക്കേണ്ട കാര്യമുണ്ടോ? കൗൺസിലറുടെ ഓഫീസിലെ സ്ഥലപരിമിതിയാണ് ചൂണ്ടിക്കാണിച്ചതെന്നും മാറിത്തരണമെന്ന് പ്രശാന്തിനോട് അഭ്യർത്ഥിക്കുക മാത്രമാണ് ചെയ്തതെന്നും ആർ. ശ്രീലേഖ പറഞ്ഞു. ഫോൺ സംഭാഷണം പ്രശാന്ത് പുറത്തുവിടണമെന്നും ശ്രീലേഖ ആവശ്യപ്പെട്ടു. കോർപ്പറേഷന്റെ കെട്ടിടമാണ്. ഇതിന്റെ സോണൽ ഓഫീസും കൌൺസിലറിന്റെ ഓഫീസും പ്രവർത്തിക്കേണ്ട സ്ഥലമാണ്. ഈ സ്ഥലത്തിന് പൂർണ്ണ അവകാശമുള്ളത് തിരുവനന്തപുരം കോർപ്പറേഷനാണ്. അപ്പം ഇദ്ദേഹം ശ്രീ വി.കെ. പ്രശാന്ത് എന്റെ വളരെ അടുത്ത ഒരു സുഹൃത്താണ്. ഞാൻ പോലീസ് ഡിപ്പാർട്ട്മെന്റിലും പ്രശാന്ത് മേയറായിട്ടിരുന്നപ്പോഴും തൊട്ടുള്ള പരിചയമാണ്. എന്റെ മോന്റെ കല്യാണം ഇദ്ദേഹം മണ്ഡപത്തിൽ നിന്നാണ് നടത്തി തന്നത്. അത് കല്യാണം അറ്റൻഡ് ചെയ്തിട്ടുള്ള 2500 പേർക്കും അറിയാം, അവരത് കണ്ടിട്ടുള്ളതാണ്. പ്രശാന്ത് ത്രൂ ഔട്ട് കല്യാണ മണ്ഡപത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള എന്റെ സഹോദര തുല്യനായിട്ടുള്ള ഒരു ആളാണ് ഇപ്പോഴത്തെ വട്ടിയൂർക്കാവ് എം.എൽ.എ. പ്രശാന്ത്. അദ്ദേഹത്തോട് 2-3 ദിവസമായിട്ട് ഞാനൊരു പഴയ നമ്പറുണ്ട്, അത് വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ കിട്ടുന്നുണ്ടായിരുന്നില്ല, ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നലെ ഞാൻ ശ്രീ മധുസൂദനൻ നായർ മുൻ കൌൺസിലർ എന്റെ വീട്ടിൽ ഇരുന്നപ്പോൾ നമുക്കിരിക്കാനൊരു സ്ഥലം നല്ലത് വേണമല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, അത് ആ കെട്ടിടം ഉണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് വീണ്ടും
ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പ്രശാന്തിനെ ഫോണിൽ വിളിച്ചു. അപ്പോൾ അത് കിട്ടിയില്ല, എടുത്തില്ല. പിന്നെ അദ്ദേഹം എന്നെ തിരിച്ചിങ്ങോട്ട് വിളിച്ചു. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത്, ഞാൻ അറിഞ്ഞല്ലോ, ഞാൻ കൌൺസിലറായിട്ട് ജയിച്ചു വന്നു ശാസ്തമംഗലം വട്ടിയൂർക്കാവിൽ ഉൾപ്പെടുന്ന ഒരു സ്ഥലമാണ്, എല്ലാ സഹായ സഹകരണവും ഉണ്ടാവണം എന്ന് പറഞ്ഞു. ഓ ശരി ചേച്ചി എന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ പറഞ്ഞു, എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്, എനിക്കിരിക്കാൻ ഒരു സ്ഥലമില്ല, അപ്പോൾ ആ ഒരു ഓഫീസ് പ്രശാന്ത് ഒന്ന് മാറിത്തരാൻ പറ്റുമോ, അതൊന്ന് പരിഗണിക്കണേ, അതെന്റെ ഒരു റിക്വസ്റ്റ് ആണ് എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത് ഇപ്രാവശ്യം ബുദ്ധിമുട്ടായിരിക്കും, ഇലക്ഷൻ കഴിയുന്നത് വരെ. അത് പത്രക്കാരോട് ഞാൻ എന്ത് പറയുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, മേയറുടെ ഒരു സ്ഥാനം ഇരുന്നപ്പോൾ അതിനുശേഷം എടുത്ത ഒരു ഓഫീസാണെന്നാണ് ഞാൻ അറിയുന്നത്. അത് അടുത്ത ഇലക്ഷന്റെ സൗകര്യാർത്ഥം MLA ക്വാർട്ടേഴ്സിലേക്കോ അല്ലെങ്കിൽ കുറച്ചുകൂടെ നല്ലൊരു സ്ഥലം കിട്ടിയപ്പോഴോ മാറി എന്ന് പ്രശാന്തിന് പറയാമല്ലോ. ഇതെനിക്ക് കിട്ടിയാൽ എനിക്ക് 5 വർഷത്തേക്ക് കൌൺസിലർ ആയിരിക്കേണ്ടതല്ലേ, എന്റെ ഓഫീസ് വർക്ക് ചെയ്യേണ്ടതല്ലേ, എനിക്കിവിടെ ജോലി ചെയ്യേണ്ടതല്ലേ, ഒരുപാട് പേർക്ക് ഇവിടെ ഇരിക്കേണ്ട സ്ഥലം അല്ലേ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പരിമിതമായ സ്ഥലത്ത് ഇരുന്ന് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് എന്റെ റിക്വസ്റ്റ് ആണ്, ദയവ് ഇതൊന്ന് പരിഗണിക്കണം, പെട്ടെന്ന് വേണ്ട, പതുക്കെ മതി, പ്ലീസ് എന്റെ റിക്വസ്റ്റ് ആണ്, ഒന്ന് പരിഗണിക്കണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹമാണ് ഇങ്ങോട്ട് പറഞ്ഞത്, അത് പറ്റില്ല, ഒഴിപ്പിക്കാമെങ്കിൽ ഒഴിപ്പിച്ചോ എന്ന് പറഞ്ഞു. ഞാൻ അതിനുശേഷം അങ്ങനെ പറയല്ലേ പ്രശാന്ത്, ഞാൻ ഒരു സഹോദരി ചേച്ചിയുടെ സ്ഥാനത്ത് നിന്ന് പറയുകയാണ്. മധു കേട്ടതാണ്, എന്റെ കൂടെ എന്റെ ഭർത്താവ് ഉണ്ടായിരുന്നു, വേണമെങ്കിൽ അദ്ദേഹത്തോടും ചോദിക്കാം. എന്റെ ഫോണിൽ റെക്കോർഡില്ല, ഞാൻ അങ്ങനെ ഒരു ക്രാഫ്റ്റിനെസ് എനിക്കില്ല, ഞാൻ ആരുടെയും ഫോൺ കോൾ റെക്കോർഡ് ചെയ്ത് വെക്കാറില്ല. പക്ഷെ എന്റെ അറിവിൽ പ്രശാന്തിന്റെ ഫോണിൽ കോൾ റെക്കോർഡ് ഉണ്ടെന്നാണ് തോന്നുന്നത്. നിങ്ങളത് പരിശോധിച്ച് നോക്കൂ. എന്റെ യാചനാ സ്വരവും പ്രശാന്ത് ഇങ്ങോട്ട് സംസാരിച്ച സ്വരവും നിങ്ങൾക്ക് തന്നെ നേരിട്ട് കേൾക്കാം. എന്റെ അറിവിൽ ഇങ്ങനെ ഒരു കരാറുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതൊരു അഗ്രിമെന്റിന്റെ ബേസിസിൽ വാടക കൊടുക്കുന്നുണ്ട്. അപ്പം കോർപ്പറേഷന്റെ സ്ഥലമായതുകൊണ്ടാണല്ലോ വാടക കൊടുക്കുന്നത്. അദ്ദേഹത്തിന്റെ സ്ഥലമാണല്ലോ, അദ്ദേഹം വാടക കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ കഴിഞ്ഞ കോർപ്പറേഷൻ ഭരണാധികാരികൾ ഇദ്ദേഹത്തിന് ഒരു സഹായം ചെയ്തു കൊടുത്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് കോർപ്പറേഷൻ എനിക്ക് കൌൺസിലർക്ക് ഇരിക്കേണ്ട ഒരു സ്ഥലം വേണം എന്നൊരാഗ്രഹമുണ്ട്. കാരണം എനിക്കിവിടെ കൌൺസിലറായിട്ട് പ്രവർത്തിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരു ഓഫീസും സെറ്റപ്പും മീറ്റിങ്ങിനുള്ള സ്ഥലവും ഒക്കെ വേണം എന്നുള്ളത് കൊണ്ട് അതിപ്പോൾ ഇല്ല. സൗകര്യം, ഒരു ചെറിയ മുറിയും ബാത്റൂം മുഴുവനും ക്യാബിനറ്റും ഫയലുകളും കൂട്ടിയിട്ടിരിക്കുകയാണ്. നിങ്ങൾ കണ്ടതാണല്ലോ. ഇനി കാണാനായിട്ട് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അവർക്ക് ഇരിക്കാൻ പോലും സ്ഥലമില്ല. ഈ ഒരു അവസ്ഥയിൽ ഞാൻ എന്താ ചെയ്യേണ്ടത് ഇനിയും പത്രമാധ്യമങ്ങൾ തന്നെ തീരുമാനിക്കും. ഞാൻ എന്റെ സഹോദര തുല്യനായിട്ടുള്ള ഒരാളോട് ആദ്യമായിട്ട് എന്റെ നയം എന്ന് പറയുന്ന അഭ്യർത്ഥനയാണ്. ആദ്യം ഒരു സമവായം, ഒരു അഭ്യർത്ഥന, അതിനുശേഷം സമ്മതിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് നിയമപരമായിട്ട് കത്തെഴുതി കൊടുത്ത് ചെയ്യിക്കണം. അതിന് മുമ്പായിട്ട് നമ്മളൊരു സഹോദര തുല്യനായിട്ട് സൗഹൃദത്തിന്റെ പേരിൽ അഭ്യർത്ഥിക്കുക എന്നുള്ളത് തന്നെയാണ് അതിന്റെ ശരിയായിട്ടുള്ള നയം എന്നാണ് എനിക്ക് തോന്നിയിരുന്നത്. അതനുസരിച്ച് ഞാൻ ചെയ്യും. എനിക്കിപ്പോ തൽക്കാലം ഞാൻ അദ്ദേഹത്തോടൊന്ന് പരിഗണിക്കണേ എന്ന് അഭ്യർത്ഥിച്ചതേ ഉള്ളൂ. അദ്ദേഹത്തിന് പരിഗണിക്കാൻ തയ്യാറായില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഞാൻ പാർട്ടി നേതൃത്വവുമായിട്ട് തീരുമാനിച്ച് മേയറോട് സംസാരിച്ച ശേഷം പുതിയ മേയറും പുതിയ ആൾക്കാരും എന്താണ് അതിനകത്ത് പരിഹാരം കാണാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഞാനൊരു സഹോദര്യ സ്നേഹത്തോടു കൂടി സംസാരിച്ചു എന്നേ ഉള്ളൂ. അപ്പൊ അത് അദ്ദേഹം ഇങ്ങനെ എതിർത്ത് നിൽക്കുന്നത് അടുത്ത നടപടി എന്താണെന്ന് മേയറുമായിട്ട് ആലോചിച്ച് തീരുമാനിക്കുക. മേയറുടെ ഓഫീസിൽ നിന്ന് ആ ഫയൽ എടുപ്പിച്ച് ആ ഫയൽ നോക്കിയാൽ അങ്ങനെ ഒരു തീരുമാനമുണ്ടോ, കരാറുണ്ടോ, ഏതിന്റെ അടിസ്ഥാനത്തിലാണ് വാടക കൊടുത്തതെന്ന് അറിയണ്ടേ. MLAക്ക് ഒരുപാട് MLA ക്വാർട്ടേഴ്സ് തൊട്ടടുത്താണ്. അദ്ദേഹത്തിന് വിചാരിച്ചാൽ അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലത്തിൽ എവിടെയും സ്ഥലം കിട്ടും. കൌൺസിലർക്ക് അങ്ങനെയല്ല. കൌൺസിലർക്ക് അലോട്ട് ചെയ്തിരിക്കുന്ന സ്പേസിൽ ഇരിക്കാൻ പറ്റുള്ളൂ. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. MLAക്ക് എവിടെ വേണമെങ്കിലും ഏരിയ കിട്ടും. MLA ക്വാർട്ടേഴ്സ് തൊട്ടടുത്തുണ്ട്. ഈ കൌൺസിലറിന്റെ ഓഫീസിൽ തന്നെ അദ്ദേഹത്തിന് ഇരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ട് ഞാൻ അദ്ദേഹത്തോട് നേരിട്ട് പറഞ്ഞതേ ഉള്ളൂ. സംഭവം വാർത്തകളിൽ നിറഞ്ഞതോടെ R. ശ്രീലേഖ MLA ഓഫീസിലെത്തി. തുടർന്ന് MLAയെ മുറിയിലെത്തി കണ്ടു. വലിയ വിവാദമാക്കേണ്ട കാര്യമുണ്ടോ? ഞാനിവിടെ 7 വർഷമായിട്ടിരിക്കുന്ന ആളാണ്. 7 വർഷം ഇരിക്കും. 7 വർഷമായി. ഞങ്ങൾ തമ്മിൽ യാതൊരു കുഴപ്പവുമില്ല. ഞങ്ങൾ തമ്മിൽ നിങ്ങൾ ചെറിയ ഞങ്ങൾ എന്റെ അനിയൻ തന്നെയാണ്. ഞാൻ അഭ്യർത്ഥിച്ചതേ ഉള്ളൂ. പ്രശാന്ത് 3 മാസമോ 4 മാസമോ പക്ഷേ ഇവിടെ പുതിയ ആളുകൾ ഞാനും പക്ഷേ ഇവിടെ ആ ഓഫീസിൽ ഇരിക്കും. അല്ലാതെ എനിക്ക് നിവൃത്തിയില്ല. അതിന്റെ ബുദ്ധിമുട്ട് പ്രശാന്ത് സഹിക്കണം. മാത്രം മതി. ഹാപ്പി ആയില്ലേ എല്ലാവരും? ഇനി പോവാം.
വിഷയത്തെ CPM രാഷ്ട്രീയമായി ഏറ്റെടുത്തു കഴിഞ്ഞു. അങ്ങേയറ്റം മര്യാദയില്ലാത്ത, ജനാധിപത്യ മര്യാദ പോയിട്ട് സാമാന്യ മര്യാദ പോലും ഇല്ലാത്ത ഒരു നടപടിയായി പോയി. പത്രത്തിലെ ഞാൻ വാർത്ത കണ്ടത് ശരിയാണെങ്കിൽ പത്രവാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. അത് ശരിയാണെങ്കിൽ BJP ജയിച്ചപ്പോഴേക്കും അവരുടെ അസഹിഷ്ണുത, ജനാധിപത്യ വിരുദ്ധത പ്രകടിപ്പിച്ചു തുടങ്ങി. 5 വർഷം തലസ്ഥാനം ഇത് സഹിക്കേണ്ടി വരുമെന്നൊരു മുന്നറിയിപ്പ് കൂടിയാണ് അതിലുള്ളത്. MLA-മാരെ സംബന്ധിച്ചിടത്തോളം MLA-മാരുടെ ഓഫീസ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഓഫീസ് ഒഴിവുണ്ടെങ്കിൽ അവരുടെ ഏതെങ്കിലും ഓഫീസിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാം എന്ന് ഗവൺമെന്റ് തന്നെ ഉത്തരവുണ്ട്. സർക്കാരിന്റെ തന്നെ ഏതെങ്കിലും സ്ഥലങ്ങളുണ്ടെങ്കിൽ, ഇപ്പോൾ ഗസ്റ്റ് ഹൗസുകളൊക്കെ ചേർന്നിട്ട് സ്ഥലങ്ങളുണ്ടെങ്കിൽ അവിടെയും എല്ലാം MLA ഓഫീസുകൾ നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇത് VK പ്രശാന്ത് നഗരസഭയോട് അഭ്യർത്ഥിച്ച് നഗരസഭയുടെ കൗൺസില് പാസാക്കി അത് മാർച്ച് വരെ MLA ഓഫീസ് പ്രവർത്തിപ്പിക്കുന്നതിന് മറ്റ് തടസ്സങ്ങളൊന്നുമില്ല എന്ന നിലയിലാണ്. പക്ഷേ ശ്രീലേഖ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്